ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സേമിയ പായസമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് തേങ്ങാപ്പാലിൽ എങ്ങനെ സേമിയ പായസം തയ്യാറാക്കാൻ നോക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 250 ഗ്രാം സേമിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 200 ഗ്രാം സാബുനരി, 2 തേങ്ങ ചിരകി എടുത്തത്, തേങ്ങയുടെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കണം. 1-ാം പാല് 2-ാം പാല് എന്ന രീതിയിലാണ് നമ്മൾ തേങ്ങയുടെ പാലെടുത്തിട്ടുള്ളത്. സേമിയം നമുക്ക് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലിട്ടിട്ട് സേമിയം നമുക്കൊന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മൾ സേമിയം വറുത്തെടുക്കുന്നത്. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസം റെഡിയാക്കാനായിട്ട് ആദ്യം തേങ്ങയുടെ 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് സാബുനരി കഴുകിയിടുന്നുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സേമിയം ഇതിലേക്കിടണം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1-ാം പാല് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം തേങ്ങാപ്പാലിൽ പായസം റെഡിയാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇതിലേക്ക് പഞ്ചസാര ഇടുന്നുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവിടണം. അതിനായിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ നല്ല നെയ്യ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കാഷ്യൂ ഇടുന്നുണ്ട്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് നമ്മൾ ഏലക്കായ ചതച്ചെടുത്തതാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മളിത് പായസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടൊരു പായസം തന്നെയാണിത്. ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.